കാണിക്കില്ല. നയം പ്രഖ്യാപിച്ചില്ലേ? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസികൾ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. ഇതുവരെ കുറച്ച് ശ്വാസം അടക്കി പിടിച്ച് കേട്ടല്ലോ, ഇനി കുറച്ച് റാഹത്തായിട്ട് കേൾക്കാം. മോമിനീങ്ങളെ കയ്യിൽ ആ കിതാബ് വരുന്ന സമയം സുബ്ഹാനല്ലാഹ്, റമളാൻ മാസം നോമ്പ് നോൽക്കുന്നവരാണ് മുഅ്മിനീങ്ങളെ. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവരാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിച്ചു വന്നവരാണ് മുഅ്മിനീങ്ങളെ. ആ സ്വഭാവം നിലനിർത്തി മരിക്കുന്നത് വരെ അള്ളാഹു ആക്കി തരട്ടെ. ഈമാനോടുകൂടി മരിപ്പിച്ച് മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ആഖിറത്തിൽ മഹ്ശറയിൽ യാത്രയാക്കി തരട്ടെ. ദുആ നല്ലോണം ചെയ്യണത് തമാശക്കല്ല, എത്രയോ സാലിഹ്യങ്ങളുള്ള സദസ്സാ. ഇൻഷാ അല്ലാഹ് ഇതുകൊണ്ടായിരിക്കുമെങ്കിലോ അള്ളാഹുവിന് നമ്മളോട് സ്നേഹം തോന്നുന്നത്. മഹാനായ അള്ളാഹു പറയുകയാ മുഅ്മിനീങ്ങളുടെ അവസ്ഥ, വലത് കൈയിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ വലത്തെ കൈയോട്ടും കൊണ്ട് സന്തോഷത്തോടെ വാങ്ങുക. കിതാബ് തുറന്നതാ. ഇത് കൂടെ തുറന്നപ്പോഴേക്ക് മുഅ്മിനീങ്ങൾ പറയും, മുഅ്മിനീങ്ങൾ പറയും, എന്റെ കിതാബ് ഒന്ന് നോക്കി, എന്റെ കിതാബ് ഒന്ന് നോക്കിയതാ, ഇത് നോക്കി. ഞങ്ങൾ നാളെ അവിടെ ക്യാമ്പിന് പോയിട്ട് തഹജ്ജുദ് നിസ്കരിച്ച്, ഞങ്ങൾ നാളെ പള്ളിയിൽ പോയിട്ട് എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കിയാ. അടുത്തുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ കൈമാറി. എന്താ കാണിക്കുന്നതിന് കുഴപ്പമില്ല, ഏത് രഹസ്യവും പരസ്യവും അള്ളാഹ് പൊരുത്തപ്പെട്ടതാ. പിന്നെ ആരുടെ മുമ്പിലും തുറന്നു വെച്ചൂടെ? എന്നിട്ട് പറയും കൂട്ടുകാരനോട്, അടുത്തുള്ളവനോട് പറയും, എനിക്കിങ്ങനെ ഒരു വിചാരണ ഉണ്ടാകുമെന്നും നന്മയുടെ കിതാബിന്റെ കയ്യിൽ കിട്ടണമെന്നും ഒക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നടോ. ഇതൊക്കെ നേരത്തെ കണ്ടതാ, വെറുതെ കിട്ടിയതൊന്നുമല്ല. എത്ര സുഖങ്ങൾ ഞാൻ ത്യജിച്ചു. ഇതൊക്കെ റമളാൻ മാസത്തിൽ ഹോട്ടലിൽ പോയിട്ട് ഏമ്പക്കെട്ട് ഇറക്കി വരുന്ന രംഗം കണ്ടിരുന്നു ഞാൻ. എന്നല്ല, സിനിമയും കണ്ട് അശ്ലീലത്തിന്റെ പുറകെ പോകുന്നതൊക്കെ എന്റെ കൂട്ടുകാർ ചെയ്തത് ഞാൻ കണ്ടതാ. എന്നല്ല, അന്ന് ഞാൻ തൊപ്പിയിട്ടിട്ട് ഇങ്ങനെ നടന്നപ്പോഴ് ഇവരൊരു സുന്നി ഖുറാഫി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കളിയാക്കിയപ്പോ എനിക്കറിയാം, എന്റെ വിചാരണയെ ഞാൻ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് നേരത്തെ കണക്ക് കൂട്ടാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതാ സഹിക്കുന്നു. അവൻ സംതൃപ്തമായ ജീവിതത്തിലാണെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. വേറെ ഒരായത്ത് സൂറത്തുൽ ഇൻഷിഖാഖ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടവർ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അവർക്ക് വളരെ നേരിയ ഹിസാബേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. നന്മയുടെ കിതാബ് വലത്തെ കയ്യിൽ കിട്ടിയവരെ പിന്നെ വിചാരണ ചെയ്തിട്ട് ഇങ്ങനെ റാഗ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് അത് പറയും നമ്മൾ, എത്ര പെട്ടെന്നാ സാധിക്കുക. അവനവന്റെ ബന്ധപ്പെട്ടവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും, എന്റെ കിതാബ് കൈ കിട്ടി, വലത്തെ കയ്യിലെടുത്ത നല്ല കാര്യങ്ങളെല്ലാം നീ വെച്ചിട്ടുണ്ട്. എന്നല്ല, ചില കാര്യം കാണൂല. മുഅ്മിനീങ്ങളെ കിതാബ് മറച്ചു നോക്കിയാൽ ചില കാര്യം കാണൂല. അതേതാ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അനലൈസേഷൻ, കിതാബ് കിട്ടിയതിന് ശേഷമുള്ള അവസ്ഥ നമ്മൾ പറയുമല്ലോ. മുഅ്മിനീങ്ങൾ അവരുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് സന്തോഷഭരിതരായി നീങ്ങുന്നു. അണുമണി തൂക്കം അന്യായമില്ല. വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടവര് അവരത് സ്വസ്ഥമായി വായിക്കും, അവർക്ക് ബേജാറില്ല. മൻകാന ഫീ ഹാദിഹി അഅമാ വഹുവ ഫിൽ ആഖിറതി അഅമാ വഅദല്ലു സബീലാ. നല്ലത് കാണാൻ കണ്ണില്ലാതെ കണ്ണുവട്ടന്മാരായി ഇവിടെ കഴിഞ്ഞുകൂടിയവർ ആഖിറത്തിലും കണ്ണുവട്ടന്മാരായിട്ട് വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ കഥ എങ്കിൽ സത്യവിശ്വാസികൾ ഗ്രന്ഥം കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അള്ളാഹു തആല ആ ഗ്രന്ഥത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതെങ്ങനെയാ? ഇവനെ ബേജാറാക്കണ്ട, ഇവനെ ബേജാറാക്കണ്ട, അള്ളാഹ് തീരുമാനിച്ചാൽ നടക്കൂലേ. ഏതായാലും ഇവന് സ്വർഗം കൊടുക്കാനും കണക്കാക്കിക്കണ്. അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്നുണ്ട്, ഓന്റെ വോട്ട് കൂടുതൽ ഓനെ അനുകൂല. എന്നാ പിന്നെ സാധുവിനെ ബേജാറാക്കണ്ട. കേട്ടെ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷിക്കാനുള്ള രംഗ അല്ലാഹു തആല സന്തോഷം നമുക്കൊക്കെ കാണിച്ചു തരട്ടെ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യദ്നു അഹദുക്കും മിർ റബ്ബിഹി, അല്ലാഹുവിന്റെ അടുത്തേക്ക് സമീപസ്ഥനായി നാളെ മഹ്ശറിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു അവന്റെ കനിവും അവന്റെ റാഹത്തും അവന്റെ സന്തോഷവും മുഅ്മിനെ നിങ്ങൾക്ക് തരും. അങ്ങനെ തരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്തു പോയ രഹസ്യമായ ദോഷങ്ങളുണ്ടല്ലോ, അറിയാതെ എപ്പോഴോ ദുർബല നിമിഷത്തിൽ വന്നുപോയത്, പ്രതികൂലമായ സാഹചര്യത്തിൽ അടിമപ്പെട്ടുകൊണ്ട് ഹറാമിയത്ത് വല്ലതും കുടുങ്ങിപ്പോയത്, അതൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മുഴുവൻ അല്ലാഹു മറച്ചു വെക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി എന്ന് അവനോട് ചോദിക്കും.
ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കും. ഇജ് സംഗതിയൊക്കെ സുന്നത്തിയമായത്തിന്റെ ആളാണ്, നിസ്കരിച്ചിക്കണ്, സക്കാത്തും കൊടുത്തിക്കണ്, നോമ്പും നോറ്റിക്കണ്, സംഗതി തന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യാ. എന്നാലും ഈ പണ്ടൊരിക്കല് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലടാ. ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കും. അള്ളാഹു എനക്ക് ഓർമ്മണ്ടോ, എനക്ക് ഓർമ്മണ്ടോ? അപ്പോഴും മോമിനായി മനുഷ്യനിങ്ങോട്ട് ബേജാറായിട്ട് പറയും, നാം ഐ റബ്ബ്, ഐ റബ്ബ്. അതേ പഠിച്ചവനെ, അതും ഓർമ്മണ്ട്, അതും ഓർമ്മണ്ട്. ഓരോന്നോരോന്ന് ഇങ്ങനെ അങ്ങോട്ട് സമ്മതിക്കും. അവന്റെ പാപം അവൻ ഏറ്റു പറയും, സമ്മതിക്കും. കുടുങ്ങിപ്പോയല്ലോ പഠിച്ചവനെ, ഇതാഞ്ഞ് നരകത്തിലേക്കാണല്ലോ എന്നോട് കൽപ്പിക്കാൻ പോകുന്നത് എന്ന് പേടിച്ചിട്ട് അവൻ നശിച്ചു എന്നവൻ കണക്കാക്കി. അപ്പോഴല്ലാഹു തആല പറയും, ദുനിയാവിൽ തന്നെ ഞാൻ അത് നിനക്ക് മറച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആരും അറിയാതെ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. നിനക്ക് ഇന്ന് ഞാനത് പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു അസ്സ വജൽ മോമിനോട് പറയും. എന്നിട്ട് ഹസനാത്ത് മാത്രമുള്ള കിതാബ് അവന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ഒരു സന്തോഷം ഉണ്ടാകാൻ ഒരു വിദ്യ ഉണ്ട്. ഒരു വിദ്യ പറഞ്ഞു തരട്ടെ ഇന്നത്തെ സദസ്സിലുള്ളവർക്ക്. ഞാൻ എന്നോടാണ് പറയുന്നത്, നിങ്ങളോടല്ല. എനിക്കത് നടപ്പിൽ വരുത്താനുള്ള സന്ദർഭം അല്ലാഹു തരട്ടെ. എന്താണെന്നറിയോ? അള്ളാന്റെ ദീന് പൊരുത്തപ്പെട്ട് നടക്കുന്ന മോമിനീങ്ങളെ ഒരു രഹസ്യ വിവരം വല്ലതും കിട്ടിയാൽ, അവരുടെ എന്തെങ്കിലും ഒരു ദുസ്വഭാവം, അവൻ വായി നാറ്റുള്ളവരാണ്. ഒരു മോമിനായ മനുഷ്യൻ വായി നാറ്റുള്ള ആളാ. ഓനോട് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞപ്പോ അവന് വായ്നാറ്റം കിട്ടി. അവന് വായ്നാറ്റുണ്ട് എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട വർത്താനല്ലേ, അതാരോടും പറയണ്ട. അതേസമയത്ത് നമ്മളെ സ്വഭാവം എന്താ? പുറത്തേക്ക് വന്നിട്ട് ഒരു ആചാരാളൊക്കെ നല്ല തന്നെ ഇക്കൊക്കെ ചെല്ലുമ്പോൾ അയാൾ എടുത്തേക്ക് പോകാൻ പറ്റില്ല, വായനാറ്റം കൊണ്ട്. അയാൾ പല്ലും തേക്കലില്ല, എന്ത് മനുഷ്യനാണ് അയാൾ? കുളിക്കലുമില്ല. സുബ്ഹാനല്ലാഹ്, ഗീബത്തും നമീമത്തും ഫസാദും ഒക്കെ ആയി ഹറാമിന്റെ കൊടിയ കുറ്റം. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ സതറ മുഅ്മിനൻ, ഒരു സത്യവിശ്വാസിയുടെ വല്ല ന്യൂനതകളും ദുനിയവിയായോ ഉഖ്റവിയായോ ഉള്ള കുറ്റം വന്നുപോയി, അങ്ങനത്തെ ഒരു തെറ്റ് കണ്ടിട്ട് മറച്ചു വെച്ചു, അതാരോടും പറയാതെ മൂടി വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, അവന്റെ കിതാബിൽ നിന്ന് അല്ലാഹു അത് മറച്ചു വെക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ വഴന്നിപ്പം തീരുമാനമെടുത്ത ഇൻഷാ അല്ലാഹ് പലരെ കുറിച്ചും സ്വകാര്യങ്ങൾ, പലരെ കുറിച്ചും രഹസ്യങ്ങൾ നമുക്കൊക്കെ പലതും അറിയാമായിരിക്കും. അതിങ്ങനെ വിളമ്പിക്കൊടുക്കും. എന്തൊരു സന്തോഷാണെന്നറിയോ? നോമ്പ് നോച്ചിട്ട് ഓനെ പറ്റി ഓനെ പറ്റിയാലേ പറഞ്ഞ കേക്കട്ടെ. പിന്നെ ഓനെ കള്ളു നിങ്ങളൊക്കെ മിണ്ടാതെ ഞാൻ പറയട്ടെ. കണ്ടങ്ങളൊക്കെ ഒന്നാണ് മാറി കേട്ടാ ഞാൻ പറയട്ടെ. ഓൻ മക്കത്ത് പോയെന്ന് അവിടുന്ന് കള്ളുടിച്ചിരുന്നാ ഞാൻ കേട്ട്. ഇജ് കണ്ടുക്കണോ? കണ്ടതാ അപ്പൊ പറയല് എന്ന് പറഞ്ഞിട്ട് കിതാബുൽ ഗീബത്തി വന്നമീമത്തി എന്ന് ഓതുന്ന കിതാബാ. സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനിന്റെ വല്ലതും കേട്ടാ മറച്ചു വെച്ചൂടെ? അതെന്തിനാ നമ്മൾ പാടി നടക്കുന്നത്? അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ന്യൂനതകളെ അറിയുന്നത് മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, അള്ളാഹു നാളെ അന്ത്യലോകത്ത് അവൻ ചെയ്ത ന്യൂനതകളെയും മറച്ചു വെക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്നാൽ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടണോലെ ബേജാറിന്റെ അവസ്ഥ ഖുർആൻ പറയുന്നത് കേൾക്കുക. ഇടത്തെ കൈ കൊണ്ട് കിതാബ് വാങ്ങേണ്ടി വരുന്ന പാപികൾ, കിതാബ് ഇടത്തെ കൈയിൽ കിട്ടുന്ന രംഗമൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുക. അതൊക്കെ വളരെ ഭയാനകമാണ്, ഘട്ടമാണ്, ബേജാറാണ്. ഇടത്തെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടുമ്പോഴേക്ക് അവന് തിരിഞ്ഞു ഇത് കുടുങ്ങിപ്പോയി. അതിങ്ങോട്ട് കിട്ടിയാൽ അവൻ പറയും, എനിക്ക് കിതാബ് നൽകപ്പെട്ടിരുന്നില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, എനിക്ക് കിതാബ് കിട്ടണ്ടില്ലായിരുന്നു. ഇടങ്ങേറ്. വലം അതിരിമാ ഹിസാബിയ, എന്റെ ഹിസാബ് എന്താണെന്ന് അറിയാതെ ഞാൻ ഏതെങ്കിലും വിധത്തിൽ അങ്ങ് രക്ഷപ്പെട്ട് കിട്ടിയാൽ നന്നായിരുന്നേനെ. കാനത്തിൽ കാളിയ, എന്റെ മരണത്തോടുകൂടെ തന്നെ ഇതൊക്കെ സംഗതി അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കുടുങ്ങിപ്പോയല്ലോ ഞാൻ. എന്റെ മുതലൊന്നും 5 പൈസക്ക് പറ്റാത്തതായി പോയല്ലോ പഠിച്ചോനെ. ഹലക്ക അന്നീ സുൽത്താനിയ, എന്റെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും MLA സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ഒരു ചുക്കിനും പറ്റാതെ ആയിപ്പോയല്ലോ പഠിച്ചോനെ. എന്റെ അധികാരം കൈമോശം വന്നു, എന്റെ പണം പ്രതാപം എന്നെ സഹായിച്ചില്ല, ഞാനാകെ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന ഘട്ടം അള്ളാഹു പറയുന്നു. അവന്റെ പുറം ഭാഗത്തുകൂടെ കിട്ടുക, ഇടത്തെ കയ്യിൽ ഇങ്ങനെ കൊണ്ടത്തരൊന്നുമില്ല. വളരെ ഗംഭീരമായ വിഷമഘട്ടത്തിലൂടെ പിൻഭാഗത്തുകൂടെ ഇടത്തെ കയ്യിലേക്ക് കിതാബ് കൊടുക്കുക.
കാത്തിരിക്കുന്നു. അവൻ നിലവിളിക്കാൻ തുടങ്ങുന്നു, അവൻ വിലപിക്കാൻ തുടങ്ങുന്നു, കഷ്ടപ്പാട് വിളിച്ചു പറയുന്നു. എന്ന ആളിക്കത്തുന്ന നരകത്തിലേക്ക് അവൻ ചെന്ന് ചാടും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. അവൻ ദുനിയാവിൽ അവന്റെ കുടുംബക്കാരോടൊത്ത് ഏഷ്യാനെറ്റിന്റെ സിനിമ കണ്ട് സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്നവനായിരുന്നു. ഖുർആൻ പറയുകയാണ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മങ്ങൂസ് മൗലിദോദി മഹിദി മാലജല്ലി നഫീസത്ത് മാലജല്ലി മഗ്രിബിന്റെ ഇശാന്റെ ഇടക്ക് തഖ്വ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ച മലപ്പുറം ജില്ലയിൽ ഇന്ന് മോമിനെ നമ്മുടെ പുരന്റെ അകത്തെന്താ കയറിയിരിക്കുന്നത്? അശ്ലീലത്തിന്റെ കേദാരം സർട്ടിഫിക്കറ്റുകൾക്ക് നേടിക്കൊടുത്ത തോന്നിയാസ സിനിമ പാപ്പായും ഈ മക്കളും ഒക്കെ കൂടി ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കാണുക. അതൊക്കെ ഒരു സന്തോഷത്തിനല്ലേ, ടൈം പാസിനല്ലേ? റബ്ബ് പറയുകയാണ്, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. അവൻ അവന്റെ കുടുംബക്കാരോടൊത്ത് പുരക്കാരോടൊത്ത് സുഖിച്ച് കളിച്ച് രസിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇന്നഹു വന്ന യഹൂറ ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ. അവൻ ചെയ്ത നമ്മാടുത്തൊക്കെ അല്ലാഹു തആല നോക്കി വെച്ചിട്ടുണ്ട്. അവനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും റബ്ബ് അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടത് കൈയിൽ കിതാബ് കിട്ടിയവർ കുടുങ്ങി, വലത് കൈയിൽ കിതാബ് കിട്ടിയവർ രക്ഷപ്പെട്ടു. ഇനി വിചാരണ തുടങ്ങുകയാണ്. ആ ഭാഗം വളരെ ഹ്രസ്വമായി പറയാം. പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി പറഞ്ഞ സംഗതിയാണ് അതൊക്കെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഒറ്റപ്പെട്ട പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് തീർത്തും നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഓരോ ഉസ്താദുമാരും അവർക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ 10 മിനിറ്റ് ഭാഗങ്ങളൊക്കെയാ പറയാ. പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് വളർന്നു പോയാൽ പറയല അങ്ങനല്ലേ, ഉസ്താദെ സംഭാവന നല്ലോണം കിട്ടണം, അത് പറയണം എന്ന് പറയും. അപ്പൊ പ്രസിഡന്റ് വന്നിട്ട് പറയും, മൈലിയാരെ ഇവിടെ പെണ്ണുങ്ങളെ എമ്പാടും ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങളെ പറ്റി പറയണം. അപ്പോഴേക്ക് ചെറുപ്പക്കാർ വന്നിട്ട് പറയും, കള്ളുടിക്കുന്നവര് വല്ലാതുണ്ട്. അവസാനം പ്രസംഗകന്മാര് സ്റ്റേജിൽ കയറിയിട്ട് എന്തൊക്കെയാ പറയേണ്ടേ പഠിച്ചോനെ, അതിന്റെ മുതൽ ഖിയാമത്ത് വരെയുള്ള ഒരൊറ്റ റക്അത്തിൽ ഒരു ബിരിയാണി വഴ കിട്ടണവനൊക്കെ കിട്ടി. അതുകൊണ്ട് അതിലൊരു വിഷയത്തെ കുറിച്ച് പഠിക്കുന്ന സംവിധാനം കുറവാ. ഇവിടെ അതുണ്ടായി, അൽഹംദുലില്ലാ. ഇന്നലെ അഷ്റഫുൽ ഹഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന്റെ ഭാഗം പ്രിപ്പയർ ചെയ്ത് ഹദീസിന്റെ കിതാബിൽ നിന്ന് അതിങ്ങനെ പകർത്തുമ്പോ അറിയാതെ ഒരു കണ്ണീരൊലിച്ചു പോയി. റസൂലുള്ളാഹി തങ്ങളുടെ മഹബത്ത് വർദ്ധിക്കാൻ പഠിച്ചവനെ ഇതൊരു മാർഗമായി കിട്ടട്ടെ. അപ്പോഴെന്റെ മനസ്സിൽ തോന്നി, ഇൻഷാ അല്ലാഹ് ഇതുപോലെ ജീവിതത്തിൽ ഒരു യജ്ഞം എന്ന നിലക്ക് ഒരു 10 ദിവസമെങ്കിലും അഷ്റഫുൽ ഖൽഖ് തആല റസൂലുള്ളാഹി അവിടുത്തെ വർത്തമാനം സുഭാഷിതങ്ങൾ പറയാനുള്ള ഒരു രംഗവും കൂടി ഉണ്ടാക്കണം. എവിടെയെങ്കിലും അല്ലാഹു ഖൈറുള്ളടുത്ത് ഖൈറുള്ളതുപോലെ നമ്മെ അടുപ്പിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാ ഖൈറിനും നമ്മെ പ്രേരിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇരുന്നാലും ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് തെര്യപ്പെടുത്താൻ പറ്റുമല്ലോ. ഹിസാബിനെ പറ്റി ഖുർആന്റെ എത്ര സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് വിചാരണ ദിവസം അടുത്തുപോയി, എന്നിട്ടും അവര് ബോധമില്ലാതെ തന്റെ ഇടമില്ലാതെ ബോധക്കേടിൽ കഴിഞ്ഞുകൂടുകയാണ്. ഒരു ഭാഗം ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഇരിക്കട്ടെ, അവര് മുഴുവൻ വരും എന്റെ അടുത്തേക്കാണ് അവരൊക്കെ വരിക. അവരെ വിചാരണ ചെയ്യുന്ന ബാധ്യത അത് നാം നിർവഹിക്കും. ഇതോതും നമ്മൾ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബനാ. ഇമാം അതിങ്ങനെ ഓതി വെക്കുമ്പോ ഇന്ന ഇലൈനാ ഇയാബഹും, നിശ്ചയം അവരെല്ലാവരും നമ്മുടെ അടുത്തേക്ക് മടങ്ങിയെത്തുന്നവരാണ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, അവരുടെ വിചാരണ വേണ്ടതുപോലെ നാം തന്നെ നടത്തും. അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബനാ, അല്ലാഹുവേ ആ ഹിസാബ് ഞങ്ങൾക്ക് എളുപ്പാക്കി തരണേ എന്ന് ദ്വാരക്കണം മുഅ്മിനീങ്ങളെ. അത് സുന്നത്താണ്, അത് റാഹത്താണ്. അല്ലാഹു പറയുകയാണ്, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. മുർസലീങ്ങളെയും വിചാരണ ചെയ്യും. ആരുടെ അടുത്തേക്കാണോ അയച്ചത് അവരെയും വിചാരണ ചെയ്യും. ചോദിക്കാതെ വിടൂല. മുർസലീങ്ങളെയും ചോദിക്കാതെ വിടൂല. എങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? അപ്പൊ വ്യാഖ്യാനമൊക്കെ നിർത്തി, സമയമില്ലാത്ത ഖുർആൻ തന്നെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ കലാം എത്ര ഗൗരവത്തിലാ പറയുന്നത്. ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ വമാ കുന്നാ ഗായിബീൻ. യാഥാർത്ഥ്യ ബോധത്തോടെ തികച്ചും ശാസ്ത്രീയമായി നാം അവരെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും, ഒന്നും വിട്ടുപോവുകയില്ല. പരിശുദ്ധ ഖുർആൻ അങ്ങനെ വംതാസുൽ യൗമ അയ്യുഹൽ മുസ്ലിമൂൻ, തമ്മാടികളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി, ഓരോ ആളുകളെയും അവരുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് നിർത്തി. അങ്ങനെ ക്രമീകരിച്ച് നിർത്തി ഭാഗം മാറ്റിവെച്ച് അവിടെ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു വലൈസ ബൈനഹു വബൈന
വബൈനല്ലാഹി തുർജുമാൻ. നിങ്ങളിൽപ്പെട്ട എല്ലാ ഓരോരുത്തരും ആണുങ്ങളും പെണ്ണുങ്ങളും ശരി, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരൊറ്റ ദ്വിഭാഷിയില്ലാതെ, ഒരു മീഡിയേറ്റർ പോലും ഇല്ലാതെ നേരിട്ട് സംസാരിക്കുന്ന ഘട്ടം വരും. വലാ ഹിജാബുൻ യഹ്ജുബുഹു, ഒരു മറയും ഉണ്ടാകൂല, ഒരു മതിലും ഉണ്ടാകൂല. നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരു ഘട്ടം വരും. ഫയൻദുറു അയ്മന മിൻ, ബേജാറായിട്ട് റബ്ബിന്റെ മുമ്പിൽ വലത്തോട്ട് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ ചെയ്ത തമ്മാടിത്തങ്ങളും തെറ്റുകളും കുറ്റങ്ങളും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ വലത്തോട്ട് നോക്കിയാൽ കാണുകയുള്ളൂ. ഇടത്തോട്ട് നോക്കിയാലും അതേ കാണുകയുള്ളൂ. മുമ്പിലേക്ക് നോക്കിയാൽ വയൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലന്നാർ, മുമ്പോട്ട് നോക്കിയാൽ നരകമേ കാണുകയുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഫലാ യറാ ഇല്ലന്നാർ തിൽഖാ വജ്ഹി, തൊട്ട് മുമ്പിൽ നരകം പല്ലിളിച്ച് കാട്ടുക. അതുകൊണ്ട് ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറാ, ഒരു കാരക്ക ചീന്ത് സദഖ ചെയ്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിനെ നേരിട്ട് കാണും മുഅ്മിനീങ്ങൾ സന്തോഷത്തോടെ. അമ്മാ ഇന്നക്കും സതുറദൂന അലാ റബ്ബിക്കും ഫതറൗനഹു കമാ തറൗന ഹാദൽ ഖമർ, സഹീഹ് മുസ്ലിമിൽ കാണാം. ഈ പൂർണ്ണ ചന്ദ്രനെ എത്ര വ്യക്തമായാണ് നിങ്ങൾ കാണുന്നത്, കാർമേഘം പോലും ഇല്ലെങ്കിൽ അത്രയും വ്യക്തമായി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു പറയുകയാണ്, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, നിങ്ങൾ ദുനിയാവിനെ പൂജിച്ച് നടക്കുകയാണ്, ആഖിറത്തെ നിങ്ങൾ നിരാകരിക്കുകയാണ്. വുജൂഹുൻ യൗമഇദിൻ നാദിറത്തുൻ ഇലാ റബ്ബിഹാ നാദിറ, ഒരു വിഭാഗം മുഅ്മിനീങ്ങളുടെ മുഖം പ്രസന്നവദനമായിരിക്കും, അല്ലാഹുവിന്റെ സന്തോഷത്തിലേക്ക് നോക്കുന്നവരായിരിക്കും. ഖുർആൻ പറയുന്നു വവുജൂഹുൻ യൗമഇദിൻ ബാസിറ, ഒരു വിഭാഗം മനുഷ്യന്മാരുടെ മുഖം ആകെ കറുത്തുരുണ്ട് ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. തൗന്നു അൻ യുഫ്അല ബിഹാ ഫാത്തിമ, കൊടും ശിക്ഷയ്ക്ക് അവൻ വിധേയമാക്കപ്പെടുകയാണ് എന്നവൻ ഉറപ്പായിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ മുഅ്മിനീങ്ങളുടെ മുഖത്തെ പറ്റി അള്ളാഹു പറയുന്ന ആയത്ത് കേട്ടിട്ടില്ല നിങ്ങൾ? സൂറത്തു ആല ഇംറാനിൽ അള്ളാഹു പറയുകയാണ്, യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ് ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും അകഫർതും ബഅദ ഈമാനിക്കും. ഇത് കൽബിൽ തട്ടേണ്ട ഒരായത്താണ് സുഹൃത്തുക്കളെ. എഴുന്നേറ്റ് പോകുമ്പോൾ മനസ്സിലാക്കിക്കോ. റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അൻ-നഖാജ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടിട്ട് അതിന്റെ വ്യാഖ്യാനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണെന്നറിയുമോ? എല്ലാ തഫ്സീറിന്റെ കിതാബുകളിലും കാണാം, യൗമ തബിയല്ലു വുജൂഹ്, മഹ്ശറ വസ്സബീൽ, വിചാരണ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകളുടെ മുഖം വെളുത്ത് വെളുത്ത് പ്രസന്നമാകുന്നതാണ്. ഒരു വിഭാഗം മനുഷ്യന്മാരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നതാണ്. ആരാണെന്നറിയുമോ? യൗമ തബിയല്ലു വുജൂഹു അഹ്ലിസ്സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിന്റെ ഹഖായ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ച മുഅ്മിനീങ്ങളുടെ മുഖമാണ് വെളുത്ത് പ്രസന്നമാവുക എന്ന് റസൂലുള്ളാഹി. എല്ലാ തഫ്സീറിന്റെ കിതാബിലും കാണാം ഇബ്നു അബ്ബാസിനെ തൊട്ടുള്ള റിവായത്ത്. മുഅ്മിനീങ്ങളിലെ അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖം വെളുത്ത് സന്തോഷത്തിൽ നിൽക്കും. വതസ്വദ്ദു വുജൂഹി അഹ്ലിൽ ബിദ്അഇ വൽ വലാല, ബിദ്അത്തും വലാലത്തുമായി അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറയുക, അല്ലാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞ് സാധാരണക്കാരോട് അല്ലാഹുവിനെ ഉപമിക്കുക, റസൂലുള്ളാഹി തങ്ങൾ പാപം ചെയ്ത തമ്മാടിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇങ്ങനെ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ബിദ്അത്തിന്റെ അഹ്ലുകാർ. വതസ്വദ്ദു വുജൂഹ്, അവരുടെ മുഖമാണ് കറുത്തിരുണ്ട് കുടുങ്ങിപ്പോവുക. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും, മുഖം കറുത്തിരുണ്ടിട്ട് ബേജാറായി വരുന്ന ബിദ്അത്തിന്റെ അഹ്ലുകാരോട് അല്ലാഹു ചോദിക്കും, അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ നല്ല മുസ്ലിമീങ്ങളായിരുന്നില്ലടോ ആദ്യം, പിന്നെ നിങ്ങൾ വിടക്കായി പോയതല്ലേ? അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാനിന്റെ കാര്യം വന്നു, ലഭിച്ചു, കേട്ടു, നല്ല മൊയ്ലിയാമാരുടെ മല്ലാമാരുടെ അടുത്തുനിന്ന് ഓതി പഠിച്ചു, പിന്നെ വിടക്കായി പോയില്ലേ? അതുകൊണ്ട് ഫദൂഖുൽ അദാബ്,
സഹിച്ചോളൂ നിങ്ങൾ ശിക്ഷ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഖം വെളുത്ത് പ്രസന്നമായി സന്തോഷിക്കുന്നവർ അള്ളാഹുവിന്റെ കരുണായുടെ ലോകത്ത്, റഹ്മത്തിന്റെ ലോകത്ത് ശാശ്വതമായി വസിക്കുന്നവരാണ് അവരെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എങ്ങനെയാണ് വിചാരണയുടെ അവസ്ഥ? പ്രായപൂർത്തി എത്തിയ മുതൽ മരിക്കുന്നത് വരെയുള്ള ഓരോ സംഭവത്തെക്കുറിച്ചും ചോദിച്ച് കളിക്കുകയാണോ? അല്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, ലൈസ അഹദുൻ യുഹാസബു യൗമൽ ഖിയാമത്തി ഇല്ലാ ഹലക. അല്ലാഹു തആലയുടെ മുറപ്രകാരം വിചാരണ ചെയ്യാൻ ഒരുങ്ങിയാൽ ഒരൊറ്റ മനുഷ്യനും രക്ഷപ്പെടൂല. യൗമുൽ ഖിയാമയില് വിചാരണ നടക്കേണ്ടതുപോലെ വിചാരണ നടന്നാൽ എല്ലാവരും നശിച്ചു പോകും. അപ്പൊ ആയിഷ ബീബി ചോദിച്ചു, അതെന്താ നബി അങ്ങനെ? വിചാരണ മര്യാദക്ക് നടത്തിയാൽ നശിച്ചു പോകുന്നത് എന്തിനാ? അവലൈസ യഖൂലുള്ളാഹ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ഫസൗഫ ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഹാഫിളുകളൊക്കെ പാടുണ്ടല്ലോ. ഫസൗഫ യുഹാസിബു യുഹാസബു. എനിക്ക് നേരത്തെ ഓതിയപ്പോ ഒരു ഡൗട്ട് തോന്നി. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. വളരെ ലളിതമായ വിചാരണ നടത്തപ്പെടുന്നു. ഖുർആനിൽ ആയിഷ ബീബി ഖുർആൻ ഓതി മനസ്സിലാക്കിയ കാര്യമാണത്. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. വളരെ ലളിതമായ വിചാരണ നടക്കുന്നു ഖുർആനിലുണ്ടല്ലോ ആയിഷ നബിയെ, പിന്നെന്താണ് ബേജാറാകാൻ? അപ്പോഴല്ലാഹു റസൂൽ ചോദിച്ചു, ആയിഷ എനിക്ക് വല്ലതും തിരിഞ്ഞിക്കണോ? ലളിതമായ വിചാരണ നടന്നാൽ അവർ രക്ഷപ്പെടും. ശരി. ഫഇന്നമാ ദാലിക്കൽ അർളു. ആ ഹിസാബൻ യസീർ കിട്ടുന്ന മുഅ്മിനീങ്ങൾ രക്ഷപ്പെടും. അതെങ്ങനെയാ? അത് വേഗം ഒന്നങ്ങനെ അങ്ങോട്ട് നോക്കും. ഓക്കെ, റെഡി. നമ്മളെ സിംപ്ലിസിറ്റി, നമ്മുടെ എന്തെന്നാ സ്വതന്ത്രമായ വാല്യുവേഷൻ. ഏതാനും ജയിച്ചോട്ടെ സാധു, മാർക്ക് അങ്ങോട്ട് കൊടുക്കന്നെ. അത് ഒരു തരം ഒറ്റനോട്ടം. ശരി. വിചാരണയിലെങ്ങാനും കാർക്കശ്യം കണ്ടാലുണ്ടല്ലോ, അതെങ്ങാനും കടുത്ത രൂപത്തിലൊരു വിചാരണ അങ്ങോട്ട് നടന്നാൽ മുഴുവൻ ആളും നശിക്കും. പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. വിചാരണ മര്യാദക്ക് അള്ളാഹ് കിട്ടി തന്നതൊക്കെ അതും കണക്കൂട്ടാ. നമുക്ക് അള്ളാഹു തആലക്ക് ഇബാദത്ത് നിലക്ക് അങ്ങോട്ട് കൊടുക്കുന്നതും കണക്കൂട്ടിയാല് പാപ്പറായി പോകും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഏറ്റവും വലിയ ഇബാദത്തുകാരൻ എന്ന് പറയുന്ന ആൾക്കാർ പോലും പാപ്പറായി പോകും. പിന്നല്ലേ നമ്മുടെ കാര്യം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. ഒക്കെ ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. ഇന്നു മുതൽ നമ്മൾ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ സുജൂദിലൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിക്റാ അല്ലാഹുവിന്റെ റസൂൽ ചില നിസ്കാരങ്ങളിൽ ചൊല്ലാറുണ്ടായിരുന്നെന്ന് ആയിഷ ബീവി പറയുന്നു. അല്ലാഹുവേ, വളരെ എളുപ്പമായ വിചാരണ എനിക്ക് നീ ചെയ്യണമേ, വളരെ ലളിതമായി എന്നെ നീ വിചാരണക്കെടുക്കണമേ. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹി മൽ ഹിസാബുൽ യസീർ. ലളിതമായ ഹിസാബ് എങ്ങനെയാണ് നബിയേ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അയ്യൻദുറ ഫീ കിതാബിഹി ഫയതജാവസു അൻഹു. കിതാബിലേക്ക് ഒന്നുകൂടെ നോക്കുക. തിരക്കില്ല. ശരി, ഒക്കെ വിട്ടു. ഒക്കെ ശരി, ഓക്കെ. അന്നഹു മൻ നൂഖിശൽ ഹിസാബ യൗമഇദി യാ ആയിഷ ഹലക്. അതല്ല, വിചാരണ മര്യാദക്കെങ്ങാനും അല്ലാഹു തആല നടത്താൻ പുറപ്പെട്ട നശിച്ചു. ആയിഷ നശിച്ചു, എല്ലാവരും നശിച്ചു. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറ എന്ന് പഠിക്കേണ്ട ഒരു ദിക്ർ.